10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ, ബാച്ചിലേഴ്സിന് ഓഫീസിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനോ, അല്ലെങ്കിൽ ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകാനൊക്കെ പറ്റിയ ഒരു കറിയാണിത്. പെട്ടെന്ന് വിരുന്നുകാർ വല്ലതും കയറി വരുമ്പോഴോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ തീർന്നു ഒന്നുമില്ല എന്നുള്ള സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു തക്കാളി മതി നമുക്കിത് ചെയ്തെടുക്കുന്നതിന്. ഓണസദ്യയൊക്കെ ഒരുക്കുന്ന കൂട്ടത്തിൽ മറ്റു പായസവും സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നമുക്ക് വലിയ പ്രയാസമില്ലാതെ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2ഓ 3ഓ എടുക്കാം. അത് വളരെ കനം കുറച്ച് അരിയുക. പ്രത്യേക ഷേപ്പ് വേണം എന്നൊന്നുമില്ല, വളരെ കനം കുറച്ച് അരിഞ്ഞ് എടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 1 അല്ലെങ്കിൽ 2, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. വെള്ളം വളരെ കുറച്ച് മതി, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതി. കാരണം തക്കാളിക്കകത്തുനിന്നും കുറച്ച് വെള്ളം ഇറങ്ങും വെന്ത് വരുമ്പോൾ, അപ്പോൾ കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ച് വേവിക്കുക. ഇത് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. 3 ടേബിൾ സ്പൂൺ. ഒരു നുള്ള് ജീരകം. ജീരകം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ജീരകം അവോയ്ഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അത് അരിഞ്ഞ് വരാൻ വേണ്ടി പാകത്തിന് ഒരു 2ഓ 3ഓ ടേബിൾ സ്പൂൺ വെള്ളം. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ, നല്ല എണ്ണ പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക്, കുറച്ച് മതി, ഒരു നുള്ളു, ഒരു 1/4 ടീസ്പൂൺ കടുക്, അതൊന്ന് ചതച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ കടുക് നന്നായി ഒന്ന് ചതഞ്ഞ് വരുക. നിങ്ങൾക്ക് അതിനകത്ത് കാണാം കടുക് ഇങ്ങനെ പീസുകളായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ അരപ്പ് റെഡിയായി. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് വെന്തോ നോക്കാം. കറക്റ്റ് പാകത്തിന് തക്കാളി വെന്തിട്ടുണ്ട്. നമ്മളൊരു തവി എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ പീസുകളെല്ലാം ഉടഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തിളച്ചു പോകരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി ആ അരപ്പ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുള്ളൂ എല്ലാം കൂടി. ഇനി നമുക്കിത് വറുത്തിട്ട് കഴിഞ്ഞാൽ പണി തീരും. പിന്നെ ചൂടാറി കഴിയുമ്പോൾ തൈര് ചേർത്താൽ മതി. ഇനി നമുക്കിതിന് കടു വറുത്തിടാം. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുക. ഒരു നുള്ള് ഉലുവ ഫുള്ള് ഉലുവയില്ലെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർത്താൽ മതി. ഉലുവപ്പൊടി ഇപ്പം അല്ല, പൊടിയാണെങ്കിൽ ഇപ്പം ചേർക്കണ്ട, കടുവറുത്ത് ലാസ്റ്റ് ചേർത്താൽ മതി, അല്ലേ കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇത് നന്നായിട്ട് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർക്കുക. ഈ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ. ഇപ്പോൾ അതേ പച്ചടിയുടെ വലിയ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ഫ്രഷ് തൈര്, ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. നല്ല ഉടച്ച് വേണം അതിനകത്ത് ചേർക്കാൻ. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈസി ആൻഡ് ടേസ്റ്റി തക്കാളി പച്ചടി റെഡി.